അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റിയാദുസ് സാലിഹീൻ ഹദീസ് ക്ലാസ് 47ാമത്തെ ബാബ്. അള്ളാഹുടെ അടിമകളിൽ നിന്ന് സജ്ജനങ്ങളെ സ്നേഹിക്കണം, അവരെ കൂട്ടുപിടിക്കണം, അവരൊട്ടുക്ക് ചേരണം. ഇതിനെ സംബന്ധിച്ച് അതിന്റെ മഹത്വവും അതുക്കുള്ള പ്രതിഫലത്തെ കുറിച്ചൊക്കെ മുന്നത്തെ ബാബുകളിൽ വിശദീകരിച്ച ഇതിന്റെ 47ാമത്തെ ബാബ് അള്ളാഹു തആല ഒരു അടിമരെ സ്നേഹിച്ചത എന്നതുക്കുള്ള അടയാളം എന്തിരെ വൽ ഹിസ് അല തഖല്ലുഖ് ബിഹാ, ആ സ്വഭാവത്തെ മേൽ സ്വഭാവം ഉൾക്കൊണ്ട് ജീവിക്കണം എന്ന് പ്രേരിപ്പിക്കടെ ബാബ്. വസഈ ഫീ തഹ്സീലിഹ, ആ അടയാളം ഹാസിലാക്കുകയായി അധ്വാനിക്കണം എന്നതിന് മേലൊക്കെ പ്രേരിപ്പിക്കടെ ബാബ്. ബാബു അലാമാത്തി ഹുബ്ബില്ലാഹി തആല ലിൽ അബ്ദ്, അള്ളാഹു ഒരു അടിമയുടെ ഇഷ്ടപ്പെട്ട എന്നതിന്റെ അടയാളം ഒന്ന്. രണ്ട്, വൽ ഹിത്തി അല തഖല്ലുഖ് ബിഹാ, ആ അടയാളം സ്വഭാവമായി ഉൾക്കൊള്ളണം, അതുകൊണ്ട് സ്വഭാവത്തിൽ കൊണ്ടുവരണം എന്ന് പ്രേരിപ്പിക്കരുത്. മൂന്ന്, വസ്സഈ ഫീ തഹ്സീലിഹ, ആ അലാമത്ത് ഹാസിലാക്കുക, അതൊന്ന് കരസ്ഥമാക്കുക, അധ്വാനിക്കണം എന്നതിനെ ബാബായിട്ട് കിടക്കും. തുടക്കത്തിൽ 2 ആയത്തായിട്ട് ഇവിടെ കൊണ്ടുവന്നു. നോക്കാം. ഖാല അല്ലാഹു തആല ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നബിയെ നിങ്ങൾ ചൊല്ലറോ, നിങ്ങൾ അള്ളാഹുടെ ഇഷ്ടപ്പെട്ടങ്ങാൻ കണ്ടെങ്കിൽ നന്റെ പിൻപറ്റോ. യുഹിബ്ബുക്കുമുല്ലാഹ്, അപ്പൊ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെട്ട. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തണ്ട. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു റഹീമും ഗഫൂറും. ഗഫൂർ ചെന്ന ദോഷങ്ങൾ പൊറുക്കണം, റഹീം ചെന്ന അള്ളാഹു റഹ്മത്ത് ചെയ്യണമായിട്ടിക്കണം. അപ്പൊ ഈ ആയത്തിൽ എന്തൊരു ചൊന്നേ, നിങ്ങൾ അള്ളാഹുടെ മഹബത്ത് വെക്കിടാറുണ്ട് കണ്ടെങ്കിൽ നന്റെ പിൻപറ്റോ. അപ്പൊ നബി തങ്ങളെ പിൻപറ്റിയെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് അള്ളാഹുടെ മുട്ടെത്തണമെങ്കിൽ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടേ സാധിക്കരുത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു മയ്യാവുല്ല അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി വന്നു ഈമാൻ സഹിയാണെങ്കിൽ, അപ്പൊ ആ നബി തങ്ങളെ പൂർണ്ണമായി പിൻപറ്റുമ്പോഴേക്കിട് ഈമാൻ കാമിലവിടെ. ആ നബി തങ്ങളെ പിൻപറ്റുമ്പോഴേ അള്ളാഹുടെ മഹബത്ത് കിട്ടും. ആ പിൻപറ്റുമ്പോഴേക്കിട് അള്ളാഹു ദോഷങ്ങളെ പുറത്തു തന്റെ. അപ്പൊ അള്ളാഹുടെ മഹബത്ത് കിട്ടണമെങ്കിൽ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റണം. തങ്ങളെ പിൻപറ്റണം ചെന്നെങ്കിൽ തങ്ങൾ കാണിച്ചു തന്ന സുന്നത്തുകളെ ഞങ്ങൾ മുറുകെ പിടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ച ഒരുപാട് സുന്നത്തുകളുണ്ട്. ആ സുന്നത്തുകൾ മുറുകെ പിടിക്കുക എന്നതായിട്ട് അള്ളാഹുടെ മഹബത്ത് കിട്ടുന്ന കാരണം. ആ മഹബത്ത് കിട്ടുള്ള തീർവ്. സൂറത്ത് ആല ഇമ്രാനിലെ 31ാമത്തെ ആയത്ത്. വഖാല തആല യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി, ഓ മുഅ്മിനീങ്ങളെ, അള്ളാഹുടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി പോയെങ്കിൽ, ആ ദീനിൽ നിന്ന് അവന് പുറത്തു പോയെങ്കിൽ, ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ, അള്ളാഹു തആല ഒരു സമൂഹത്തെ കൊണ്ടുവരും. യുഹിബ്ബൂഹും വയുഹിബ്ബൂനഹു, ആ സമൂഹം അള്ളാഹുടെ മഹബത്ത് വെക്കിടാറ്, അള്ളാഹു അങ്ങനെയും മഹബത്ത് വെക്കിടാറ്. അങ്ങനത്തെ ഒരു ടീമിടെ അള്ളാഹു കൊണ്ടുവരണ്ട. അതില്ലത്തിൻ അലൽ മുഅ്മിനീൻ അഇസ്സത്തിൻ അലൽ കാഫിരീൻ, മുഅ്മിനീങ്ങളോട്ട് നല്ല സ്നേഹത്തോടു കൂടെ വാത്സല്യത്തോടു കൂടെ പെരുമാറിടങ്ങ, കാഫിരീങ്ങളെതിരെ ശക്തിയായി എതിരായിട്ട് നിൽക്കിടങ്ങോ. യുജാഹിദൂന ഫീ സബീലില്ലാഹ്, അള്ളാഹുടെ ദീനിലായിട്ട് യുദ്ധം ചെയ്താലുമ. വലാ യഖാഫൂന ലൗമത ലാഇം, ഒരു ആക്ഷേപത്തെയും അങ്ങ് പേടിക്കില്ല. ദാലിക ഫദ്ലുല്ലാഹ്, അത് അള്ളാഹുവിന്റെ ഔദാര്യമായി. യുഅ്തീഹി മൻ യശാ, അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ അല്ലാഹു കൊടുക്കുക. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു തആല എല്ലാം അറിയുന്നവൻ വിശാലത ചെയ്തവനുമായിട്ടില്ല. ഈ ആയത്തിൽ എന്തായിട്ട് കിടക്കുന്നത്, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ തൊട്ട് ഓർത്ത പുറത്തു പോയെങ്കിൽ, മുർത്തദ്ദായി പോയാൻ കണ്ടെങ്കിൽ, ശരിയായ ദീനിൽ നിന്ന് മൊത്തം തെറിച്ചു പോയാൻ കണ്ടെങ്കിൽ, ഈ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഒരു സമൂഹത്തെ കൊണ്ടുവന്നു. ആ സമൂഹം എങ്ങനത്തെ
അള്ളാഹുടെ അങ്ങ് ഇഷ്ടപ്പെട്ടത് അങ്ങനെ അള്ളാഹും ഇഷ്ടപ്പെട്ട മൂമിനീങ്ങളൊട്ടിക്ക് പരസ്പര സ്നേഹമുള്ള സ്വഭാവമായിട്ട് ശത്രുക്കളെതിരെ ശക്തിയായി ചേർത്ത് നിൽക്കണമെങ്കിൽ ആളുമാറും കൂടിയ അങ്ങ് എതിരായിട്ട് നിൽക്കണമെങ്കിൽ ആളുമാറായിട്ട് അള്ളാഹുടെ ദീനുക്ക് വേണമായി പൊറുതരാൻ ഒരാളെ ആക്ഷേപത്തെയും പേടിക്കില്ല. അങ്ങനത്തെ ഒരു സമൂഹത്തെ അള്ളാഹു കൊണ്ടുവന്നാണ്. ഇപ്പൊ ഈ ആയത്തെ വിശദീകരിച്ചുള്ള പണ്ഡിതന്മാർ ചൊന്നതായിട്ട് കാണാം. അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ മുൻകൂട്ടി തന്നെ ചൊന്നതായിട്ട് ഇത് ചെന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ ഈമാൻ എന്നും മറക്കാത്ത ശരിയായ ഇസ്ലാമിനെ പഠിക്കാത്ത ചില ആൾമാരൊക്കെ ഇസ്ലാമിൽ നിന്നും പുറത്തുപോയത്. ആ സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ആ സ്വഹാബാക്കളെ പിടിച്ചു നിർത്തിയ വലിയ മഹാനായിട്ട് സ്വഹാബാക്കൾ ചെന്ന് നിങ്ങൾ നബിയുടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെന്ന് നിങ്ങൾ അള്ളാഹുടെ ഇബാദത്ത് എടുക്കലമ്മ നബിക്ക് ഇബാദത്ത് എടുത്തേങ്ങ അള്ളാഹുദല്ലേ ആ അള്ളാഹു എന്നു ഹയാത്തുക്കളവും നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുടെ അടിമയായിട്ട് മനുഷ്യനായിട്ട് എല്ലാ നബിമാരും മരിച്ചിടാറ്, എല്ലാ മനുഷ്യന്മാരും മരിക്കിടാറ്. അതുകൊണ്ട് നബി തങ്ങൾ ദുനിയാവിൽ ബാക്കിയാവില്ല, വഫാത്ത് നബി തങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് ഇസ്ലാം ദീൻ തീരില്ല, ഇസ്ലാം ദീൻ ഇനിയുമുണ്ട്. ഞങ്ങൾ അള്ളാഹുകായിട്ട് ഇബാദത്ത് എടുത്ത് അള്ളാഹ് മരിക്കില്ല. അതുകൊണ്ട് ദീനുടക്ക് തീരില്ല. ദീൻ അത് ചില ആൾമാർ ഇസ്ലാമിനെ സംബന്ധിച്ച് ശരിയായി പഠിച്ചിട്ടില്ല, ഈമാൻ ഉറച്ചിട്ടില്ല, അങ്ങനെയുള്ള ആൾമാരായിട്ട് എന്നാൽ പിന്നെ ഇസ്ലാമില്ല നബി വഫാത്തായി പോയി തല്ലേ ചൊന്നിട്ട് ഇസ്ലാമിൽ നിന്നും പുറത്തു പോയത്. അത് കൂടുതൽ ഇസ്ലാമിൽ പഴകിയ ആൾമാരൊന്നും അല്ല, ഇസ്ലാമിനെ സംബന്ധിച്ച് നന്നായി പഠിച്ചൊന്നുമല്ല. ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വഹാബാക്കൾക്ക് ധൈര്യം കൊടുത്ത് ഒగ్గട്ടായി അങ്ങനെ നിർത്തി എന്തായാലും ആ സമൂഹത്തെ എതിർക്കിടങ്ങളെ എതിർത്ത് അപ്പൊ എന്താക്കിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശക്തിയായി അവിടെ ദീൻ പ്രബോധനാക്കി തീർന്നുള്ളത്. അപ്പൊ ഈ ആയത്തിൽ ചൊന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുടെയും കൂടെ നിന്റെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മറ്റു സ്വഹാബാക്കളെ കുറിച്ച് തന്നെയായിട്ട് ഈ ആയത്തിൽ അള്ളാഹ് ചൊന്നത്. ഇസ്ലാം ദീന്റെ ഒന്ന് രണ്ടലപ്പുറ പുറത്തു പോയി കണ്ടെങ്കിലും ഇവിടെ ദീന്റെ ശക്തിപ്പെടുത്തണമെങ്കിൽ ദീനക്ക് ശക്തി പകരണമെങ്കിൽ ആളുമാരെ അള്ളാഹു താല കൊണ്ടുവരും എന്നുള്ളത്. അള്ളാഹുലാണ് ഇഷ്ടപ്പെട്ടത്, അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെട്ട ഇത് അവിടേക്കും. പിന്നെ എക്കാലത്തും ദീന്റെ സംബന്ധിച്ച് ദീനക്ക് വിരുദ്ധമായിട്ട് മണ്ടയ്ക്കത്തെ ആൾമാർ എല്ലാ കാലഘട്ടത്തും ഉണ്ടായിട്ട് പല കാലഘട്ടത്തിൽ ഉണ്ടായിട്ട് ഖവാരിജിയാക്കലുണ്ട്, റാഫിദിയാക്കലുണ്ട്, സൈദിയാക്കലുണ്ട്. ഈ കാലഘട്ടത്തിൽ ഞങ്ങളായത് ജമാഅത്ത് ഇസ്ലാമിന്റെ, സലഫിയുണ്ട്, തബ്ലീഗുണ്ട്, ഖാദിയാനിന്റെ പല വിഭാഗങ്ങളുണ്ട്. അത് എല്ലാ കാലത്തും അങ്ങനെ ചെറിയൊരു വിഭാഗം എന്താ ശരിയായ ദീനിൽ നിന്നും തിരിച്ചു പോകണം. അതിൽ കുഫ്രിയത്ത് എത്തരങ്ങളുള്ളത് എത്താത്തങ്ങളുള്ളത് ഏതായാലും ഇസ്ലാം. അപ്പൊ അത് ചെറിയൊരു പെർസെന്റ് ഒരു 2% ഇക്കും അതിക്കരുത്. ലോകത്ത് ബഹുഭൂരിഭാഗം ആൾമാർ നോക്കൂ പരിശുദ്ധ ദീനുൽ ഇസ്ലാം സുന്നത്ത് ജമാഅത്ത് സുന്നികൾ എന്ന പേരിൽ അറിയപ്പെട്ടതുണ്ട്. അതിനതൊക്കെ എതിരായിട്ടുള്ള ഒരു ചില്ലറ വിഭാഗം മാത്രമേ ഉള്ളൂ. അപ്പൊ അള്ളാഹു താല ചൊന്നെന്തര് അങ്ങനെ അതാണ് അള്ളാഹു താല ഒരു സമൂഹത്തെ കൊണ്ടുവേണ്ട ആ സമൂഹം അള്ളാഹുടെയും ഇഷ്ടപ്പെട്ടത് അള്ളാഹു അങ്ങനെയും ഇഷ്ടപ്പെട്ട എന്നുള്ളത്. ഇപ്പൊ ഈ ആയത്തിൽ വിശദീകരിച്ചവിടെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ടായ ആ സംഭവം തന്നെ എന്ന് മഹാന്മാർ വിശദീകരിച്ചതായിട്ട് കാണാം. ഇപ്പൊ ഇവിടെ അള്ളാഹുടെ മഹബത്ത് കിട്ടാലുമാ അത് ഒന്ന് അതുക്കുള്ള തെറു മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിക്കണം. രണ്ടാമത്തെ ആയത്തിൽ ചൊന്നതോ അത് എന്താ അള്ളാഹുടെ ദീനിൽ ബേനായി അള്ളാഹുടെ ദീനക ബേനായി പൊരുതുകയും ഒരാക്ഷേപിക്കണമെങ്കിൽ ആക്ഷേപത്തെ പേടിക്കാണ്ടു പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് മുറുകെ പിടിച്ച് ജീവിക്കണമെന്നായിരുന്നു. അപ്പൊ അള്ളാഹുടെ മഹബത്ത് അങ്ങ് കിട്ടിയാണ്, അള്ളാഹുടെ അങ്ങ് സ്നേഹിക്കലറിയുന്നു. ഇൻഷാ അല്ലാഹ് ഇനി അതിനെ സംബന്ധിച്ചുള്ള ഹദീസുകളായിട്ട് നെക്സ്റ്റ് ചൊല്ലുക പോണ്ടത് അടുത്ത ക്ലാസ്സിൽ ഹദീസിൽ വിശദീകരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.